ഇവിടെ നമ്മളിന്ന് വീഡിയോ വന്നിട്ട് സുനിത ദേവദാസ് എന്ന് പറഞ്ഞ അവരെ ചാനല് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷെ എത്രത്തോളം വർഗീയ ചിന്താഗതി മനസ്സിലേക്ക് ആഴ്ത്തി വിടാനുള്ള വീഡിയോസ് ആണ്, പിന്നെ വംശീയ വിദ്വേഷം വിതുമ്പുന്ന വാക്കുകളാണ്, പിന്നെ രാജ്യത്തിനെ തകർക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഓരോ വീഡിയോകളാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് പറയാൻ എനിക്കുള്ളത്. എന്താ പറയുക, അത്തരത്തിലുള്ള ഹിന്ദികളാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പള്ളികൾ വെള്ളിയാഴ്ച ബോംബിട്ട് തകർക്കും, വെള്ളാപ്പള്ളിക്ക് വട്ടായി, NDA എന്നാൽ അണ്ടി അണ്ടി എന്ന് നികേഷ്, താമരശ്ശേരി കാരാടി, അവളറിയാത്ത നമ്മളെ നാട്ടിലുള്ള താമരശ്ശേരി കാരാടി ജുമാ മസ്ജിദിൽ കയറിയിട്ട് ജയ് ശ്രീറാം വിളിച്ചു. നമ്മളറിയാത്ത കാര്യങ്ങൾ പോലും ഈ ഇന്ത്യയിൽ നിൽക്കാത്ത ആ എന്താ പറയാ, അവക്കെതിരെ ഒരു പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ അതിലും വലിയ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ ആ ഒരു ന്യൂസ് ചാനൽ എന്നുള്ള ഒരു രീതിയിലൊക്കെ ആയിട്ടാണ് ഇത്ര ശുദ്ധ അസംബന്ധം പോക്രിത്തരം വിളിച്ചു പറയുന്നത്. എന്ന് പറഞ്ഞാല് മനുഷ്യ മനസ്സിലേക്ക് ഇങ്ങനത്തെ വിഷാംശം കുത്തിവെക്കാൻ നോക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വിഷജന്തുവാണ് നമ്മളിന്ന് ഈ പരിചയപ്പെടുന്നത്. ഒരു സ്ത്രീ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോ അവർക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് സർക്കാർ എടുക്കേണ്ടത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു മുന്നേ അവൾ വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതുകാടിന്റെ ഇഷ്യൂ ആയിട്ടായിരുന്നു. മുതുകാടിന്റെ ആ നല്ലൊരു സ്ഥാപനത്തിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിനെതിരെ ഒരുപാട് ഇല്ലാ കഥകൾ നനഞ്ഞു. അപ്പൊ ഈ രാജ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അവൾ എവിടുന്നൊക്കെയോ പണം വാങ്ങുന്നുണ്ടെന്നുള്ളതാണ്. പെയ്ഡായിട്ടുള്ള പരിപാടികളാണെന്നാണ് രാജ്യത്തിനെ തകർക്കാൻ. പ്രത്യേകിച്ച് കാനഡ ഒക്കെ രാജ്യത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാ വചനങ്ങൾ, അവിടെയുള്ള തീവ്രവാദികൾ മരണപ്പെട്ടതിൽ ഇന്ത്യ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിലുള്ള ആൾക്കാര് ഇത്തരത്തില് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്കുള്ള വീഡിയോസ് ആണ് അനുദിനം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടീന് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ഇല്ലാ കഥകൾ വേണ്ട ആവശ്യമില്ലല്ലോ. അത്തരത്തിലുള്ള ഈ സുനിത ദേവദാസിന്റെ ഇത്തരത്തിലുള്ള പച്ചയായ വിഡ്ഢിത്തരങ്ങളെ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ വീഡിയോയിൽ ഞാൻ കണ്ടില്ലേ, ഇങ്ങനെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഹിന്ദികളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് അവർ കൊടുത്തിട്ട് വീഡിയോകൾ ചെയ്യുന്നത് ആൾക്കാരെ കാണിപ്പിക്കാൻ. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകളാണോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം? ഇത്തരത്തിലുള്ള വർഗീയ ഉദ്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിൽ നമ്മളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന വീഡിയോസുകൾ കാണാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ അത്രയ്ക്കും വൃത്തികെട്ട വീഡിയോകളാണ് ഈ സുനിത ദേവദാസ് അനുദിനം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മുതുകാടിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച ചാനലിൽ ഒന്നാണ് സുനിത ദേവദാസിന്റെ ചാനൽ. അപ്പൊ അവരിപ്പോഴും നിരന്തരം വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. EVM-നെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. വോട്ട് ചെയ്ത നമുക്കറിയാം, അതിൽ പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ ഈ വോട്ടോ ഈ രാജ്യത്തോ ഇല്ലാത്ത ഇവക്കാണോ ഇതിന് ഇത്ര ഇത്ര കടിക്കുന്നത്? ഇവക്കാണോ അത്ര കടി ഇതില്? നമുക്കറിയാം അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ EVM-നെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ഇവള് വേറെ ഏതോ രാജ്യത്തുള്ള ജർമ്മനിയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഉള്ള ആൾക്കാർ വന്നിട്ട് ഇവിടുത്തെ കാര്യത്തിൽ തലയിടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെ രാജ്യത്തിന് അറിയാം, നമ്മളെ രാജ്യത്തിൽ എന്താണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണെന്നുള്ളത് നമ്മളെ രാജ്യത്തിന് നന്നായിട്ട് അറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള വൻ ഇവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ വീഡിയോ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിയമ നടപടി നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന രീതിയിൽ വിധ്വംസക പ്രവർത്തനത്തിലേക്ക് ഏർപ്പാടാക്കുന്ന രീതിയിലുള്ള വീഡിയോസുകളാണ് ഇവിടെ. വർഗീയ ചിന്താഗതി മനസ്സിലേക്ക് കുത്തിവെക്കുന്ന തരത്തിലുള്ള വീഡിയോസുകളാണ് ഇവിടെ അനുദിനം ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ നല്ലൊരു നിയമ നടപടി സ്വീകരിക്കുക. ഈ സുനിത ദേവദാസ് എന്ന് പറഞ്ഞ ആളിത് മനസ്സിലാക്കുക. കാരണം അത്തരത്തിലുള്ള ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന വീഡിയോസുകളല്ല ഇടേണ്ടത്. ഓക്കെ, എന്തെങ്കിലും
ആരുടെ നിന്നെങ്കിലും എന്തെങ്കിലും പണം കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളല്ല ചെയ്തു കൂട്ടേണ്ടത്. ആരെങ്കിലും ചവിട്ടിത്താത്താൻ പണം തന്നു വിചാരിച്ചിട്ട് ആരെങ്കിലും ചവിട്ടിത്താത്താനല്ല ശ്രമിക്കേണ്ടത്. സുനിത ദേവദാസിനോട് കെയുമായി അപേക്ഷിക്കുകയാണ്.